ഇന്നിവിടെ മാതാവിനെ കൊണ്ടുവരണതാണ് കേട്ടോ. യൂണിറ്റ് വേറെ വീട്ടിലാണ്. അപ്പോൾ യൂണിറ്റ് നടക്കുന്ന വീട്ടിൽ നിന്ന് അടുത്ത യൂണിറ്റ് നടക്കുന്ന ഫാമിലി യൂണിറ്റ് നടക്കുന്ന വീട്ടിലേക്ക് മാതാവിനെ കൊണ്ടുവരും. അപ്പം ഓരോരുത്തർക്കും ഓരോ സ്റ്റാച്യൂസും അങ്ങനെ ക്രോസും അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പം ഞങ്ങൾക്ക് മാതാവാണ് കേട്ടോ. ചിലർ യൂണിറ്റിൻ്റെ പേരിനനുസരിച്ചുള്ള ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വെക്കുന്നത്. ഞങ്ങൾക്ക് മാതാവാണ്. അപ്പോൾ ഇന്ന് മാതാവിനെ കൊണ്ടുവരുന്ന ദിവസമായതുകൊണ്ട് എനിക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം. തറ ഭയങ്കര മോശമായിട്ട് വെള്ളപ്പാണ്ട് പിടിച്ച പോലെ കിടക്കണതാണ്. റെഡ് ഓക്സൈഡ് ആയതുകൊണ്ട് ഉപ്പ് കയറുന്ന സ്ഥലമാണിത്. അപ്പോൾ ഉപ്പ് കയറി കഴിയുമ്പോഴേക്കും ഇങ്ങനെ പാണ്ട് പിടിച്ച പോലെ വരും. അപ്പോൾ ഞാനോർത്തു പെയിൻ്റ് അടിച്ചപ്പോൾ കുറച്ച് ഫ്ലോർ കോട്ടിൻ്റെ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. ജൂട്സൺ ജോലിക്ക് പോയി. ഞാൻ ചോദിക്കാനും പറയാനൊന്നും പോയില്ല. പറ്റുകയാണെങ്കിൽ ചെയ്യാമല്ലോ ഓർത്തു. അപ്പോൾ എൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പം ഞാൻ വേഗം തന്നെ ഒരു മൂടിപ്പാത്രത്തിൽ ഫ്ലോർ കോട്ട് എടുത്തിട്ട് ആദ്യം ഒരു ഇത്തിരി ഭാഗം ചെയ്ത് നോക്കി. അപ്പോൾ വലിയ കുഴപ്പം തോന്നിയില്ല. നമ്മൾ ചെയ്താലും പിടിക്കും. കോട്ടിന് അറിയില്ലല്ലോ ആരാ പെയിൻ്റ് അടിക്കണേന്നൊന്നും. അങ്ങനെ ഞാൻ വേഗം തന്നെ വരാന്തയിൽ തുടങ്ങിയിട്ടാണ്. വരാന്തയിൽ ഒരു മൂലക്ക് തുടങ്ങിയപ്പോൾ കുഴപ്പമില്ല, ശരിക്കും ആവണുണ്ടെന്ന് തോന്നി. അങ്ങനെ വേഗം തന്നെ ഞാൻ ഹോളും കൂടെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ചെയ്തത്. പിന്നെ ചെയ്ത് വന്നപ്പോഴേക്കും പെയിൻറ്റ് തീരണ വരെ അങ്ങോട്ട് ബാക്കി മുറികളിലും കാണുന്ന ഭാഗത്ത് മാത്രം, ഒരു ഫർണിച്ചറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നും പോയില്ല. എന്നാലും കാണുന്ന ഭാഗത്ത് മാത്രം ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ ഈ മാതാവിൻ്റെ രൂപം വയ്ക്കാനുള്ള ടീപ്പോയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത്. ഈ അമ്മയുടെ നാടനാണേ, അമ്മ ഉപയോഗിക്കാതിരുന്ന നാടനാണ് കേട്ടോ. അതിൽ കറയുണ്ടായിരുന്ന കാരണം അമ്മ എനിക്ക് പിള്ളേർക്ക് എന്തെങ്കിലും തയ്ച്ചോന്നും പറഞ്ഞ് അമ്മ മരിക്കണതിനൊക്കെ കുറേ നാൾ മുമ്പ് തന്നെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു നാടനെടുത്ത് ഞാൻ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് അവിടെ മാതാവിനെ വെക്കാനായിട്ടുള്ളത് ഡെക്കറേറ്റൊക്കെ ചെയ്ത്. ഇത് സന്ധ്യയ്ക്കാണ് കേട്ടോ. സന്ധ്യയ്ക്ക് അവിടുത്തെ യൂണിറ്റ് കഴിഞ്ഞപ്പോൾ മാതാവിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച ശേഷം, കൊണ്ടുവരുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കൊണ്ടുവന്ന് വെച്ച ശേഷമാണ് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല സുന്ദരി, എല്ലാ സ്റ്റാച്യൂസും ഒരുപോലെ അല്ലല്ലോ, നല്ല സുന്ദരിയായിട്ടുള്ള ഒരു മാതാവാണ്. ഞങ്ങളുടെ മാതാവും അങ്ങനത്തെ നല്ല മുഖം തന്നെയാണ്. എല്ലാ സ്റ്റാച്യൂസിൻ്റെ മുഖം അങ്ങനെ ആവൂല. എന്നാലും ചില മാതാവിൻ്റെ മുഖം നല്ല ക്യൂട്ടായിട്ടിരിക്കും.